DA സന്ദേശ വിവാദത്തിൽ സർക്കാരിന് ആശ്വാസം. ജീവനക്കാർക്ക് സന്ദേശം അയക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമല്ല എന്ന് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. ഭരണ നിർവഹണത്തിന്റെ ഭാഗമായി സന്ദേശങ്ങൾ അയക്കാം. ഇതിൽ നിയമവിരുദ്ധതയില്ല എന്നും കോടതി വിധിയിൽ പറയുന്നു. CMDRFിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി സന്ദേശം അയക്കാനും സർക്കാരിന് ഹൈക്കോടതിയുടെ അനുമതിയുണ്ട്. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഹൈക്കോടതിയുടെ വിധിന്യായം മുഴുവൻ കിട്ടിയിട്ടില്ല, അത് വായിക്കട്ടെ. ഏതായാലും ഞങ്ങൾ അതിന് മേൽക്കോടതിയിൽ അപ്പീലായി പോകും. ഡിവിഷൻ ബെഞ്ചിലേക്ക് ഞങ്ങൾ അപ്പീലുമായിട്ട് പോകും. അത് സുപ്രീം കോടതിയുടെ നിരവധി വിധികളുണ്ട്. ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്. അതിന് കോടതി തടയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. താൽക്കാലികമായി തടഞ്ഞു. അപ്പൊ വിശദമായ വാദം കേട്ടിട്ട് പറയുന്നു ഒരു കുഴപ്പമില്ല, നല്ല ഭരണമാണെന്നാണ്. നല്ല ഭരണമാണെന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ, അത് കോടതിയല്ലോ തീരുമാനിക്കുന്നത്. ജനങ്ങളുടെ കോടതി തീരുമാനിക്കാതിരിക്കുകയാണ് നല്ല ഭരണമാണോ അല്ലയോ എന്നുള്ളത്. ഇവിടെ ഞങ്ങൾ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിൽ, ഇത് സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ്. അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ കൊടുക്കുന്ന കാര്യം ഞങ്ങൾ നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കും. ശ്യാം ദേവരാജും റോഷിപാലുമുണ്ട് വിവരങ്ങളുമായി. ആദ്യം ശ്യാമിലേക്ക്. ശ്യാം, ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി സർക്കാരിന് ആശ്വാസം തന്നെയാണ്. നേരത്തെ സർവേ വിഷയത്തിലും കോടതിയുടെ ഉത്തരവ് സർക്കാരിന് അനുകൂലമായിരുന്നു. ഇപ്പോൾ ഇതാ സന്ദേശ വിവാദത്തിലും അതിൽ വിവാദത്തിന്റെ കാര്യമില്ല എന്ന് കോടതി പറയുന്നു. എന്താണ് ഉത്തരവിലൂടെ കോടതി വ്യക്തമാക്കുന്നത് ശ്യാം? സ്മൃതി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്പാർക്കിലെ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്തി DA സന്ദേശം അയച്ചു എന്നതായിരുന്നു പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ, പ്രത്യേകിച്ച് സർക്കാരിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതികൂട്ടിലാക്കാനായി ഉപയോഗിച്ച ആരോപണവും ആക്ഷേപവും. ഇതിലാണ് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുന്ന, സംസ്ഥാന സർക്കാരിന് വളരെ വലിയ ആശ്വാസമാകുന്ന ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടാകുന്നത്. DA സന്ദേശത്തിൽ നിയമവിരുദ്ധത ഇല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ക്ഷേമരാഷ്ട്രത്തിൽ നല്ല ഭരണനിർവഹണത്തിന്റെ ഭാഗമാണ് ഇത്തരം സന്ദേശങ്ങൾ. ഭരണനിർവഹണത്തിന്റെ ഭാഗമായി സന്ദേശങ്ങൾ അയക്കാമെന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. DA സന്ദേശം സ്വകാര്യതയുടെ ലംഘനമല്ല എന്നുകൂടിയാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഡേറ്റ സ്പാർക്കിലെ വിവരങ്ങൾ ചോർന്നിട്ടില്ല എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. DA സന്ദേശത്തിൽ അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധതയില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. CMDRFിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി സന്ദേശം അയക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ അനുമതി തേടിയിരുന്നു. അത്തരം സന്ദേശങ്ങൾ അയക്കാമെന്നും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഈ DA സന്ദേശം സദ്ഭരണത്തിന്റെ ഭാഗമാണ്. ഇതിനായി സ്പാർക്ക് വിവരങ്ങൾ ശേഖരിക്കാമെന്ന് ഹൈക്കോടതി പറയുന്നു. DA സന്ദേശത്തിൽ സ്വകാര്യതയുടെ ലംഘനമില്ല എന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി എന്നതിന് കൃത്യമായ തെളിവെന്തെങ്കിലും ഹാജരാക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഹർജിയിൽ പ്രസക്തിയില്ല എന്നുകൂടിയാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ DA സന്ദേശം ചോദ്യം ചെയ്ത് മലപ്പുറം സ്വദേശിയായ റഷീദ് അഹമ്മദ് നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളുകയും ചെയ്തു. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച ആശ്വാസം, പ്രതിപക്ഷത്തെ സംബന്ധിച്ച തിരിച്ചടി കൂടിയാണ്. റോഷിപാൽ, ഇപ്പോൾ പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ്. രണ്ട് ഹർജികളും ഒരുപോലെ തന്നെ കോടതിയിൽ തോൽക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ എങ്ങനെ നേരിടാനാണ് പ്രതിപക്ഷം ആലോചിച്ചിരിക്കുന്നത്? പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ അങ്ങനെ കോടതി തള്ളിയിരിക്കുന്നു. സ്മൃതി, കാര്യത്തിൽ പ്രതിപക്ഷം വിട്ടുവീഴ്ചയില്ലാത്ത നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. ഇനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള തീരുമാനമാണ്. നേരത്തെ സെക്രട്ടേറിയറ്റിലെ UDF അനുകൂല എംപ്ലോയീസ് അസോസിയേഷന്റെ നേതാവ് ഉൾപ്പെടെയായിരുന്നു ഈ DA സന്ദേശവുമായി ബന്ധപ്പെട്ട ഡാറ്റ ചോർച്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചത്. ഇപ്പോഴും അതിൽ സ്വകാര്യതയുടെ ലംഘനം നടന്നു എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത്. കാരണം ഒരു കാരണവശാലും അനുമതിയില്ലാതെ മറ്റൊരു ആവശ്യത്തിന് നൽകിയ വിശദാംശങ്ങൾ പൂർണ്ണമായും ചോർത്തിയെടുക്കുക, എന്നിട്ട് അവർക്ക് ആവശ്യമില്ലാത്ത സന്ദേശങ്ങൾ കൈമാറുക, അത് സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചാരണമാണ് എന്ന വാദം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അങ്ങനെ പ്രചാരണത്തിന് വേണ്ടി ഈ ഡാറ്റ ചോർത്തിയെടുത്തു. ഈ ഡാറ്റ ഭാവിയിൽ അത് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത കൂടെ അവിടെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിധി ചോദ്യം ചെയ്തുകൊണ്ട് മേൽക്കോടതിയിലേക്ക് സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം നടത്തിയ പോരാട്ടത്തിൽ തിരിച്ചടി വരുന്നത് മാത്രമല്ല, അത് സർക്കാരിന് ഒരു നേട്ടമായി മാറുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. കാരണം കോടതിയുടെ പരാമർശങ്ങൾ അത് സർക്കാരിന് ആശ്വാസത്തിനപ്പുറത്തേക്ക് ഒരു പ്രശംസ കൂടി അതിനകത്തുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നിയമ പോരാട്ടം തുടരാനും ഈ വിധിയെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നത്. ശരി, റോഷിപാലും ഒപ്പം തന്നെ ശ്യാം ദേവരാജുമാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.